രാജേഷ് എന്ന ഒരു സാഹസിക ചെറുപ്പക്കാരൻ ജീവൻ രക്ഷാപ്രവർത്തനത്തിനിടയിൽ അപകടത്തിൽ മരിക്കുന്നതും ആ വീട്ടിലുണ്ടാകുന്ന നിലവിളിയും ആ കുടുംബത്തിൻ്റെ അവസ്ഥയുമൊക്കെ കേരളം വായിച്ചതാണ്, കേട്ടതാണ്. പിന്നീട് കേൾക്കുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നാണ്. അതിന് തഹസിൽദാരെ റവന്യൂ മന്ത്രി AP അനിൽകുമാർ സസ്പെൻഡ് ചെയ്തതായുള്ള വാർത്തയും വന്നു. സത്യം പറഞ്ഞാൽ ഈ ഉദ്യോഗസ്ഥ വൃന്ദം എന്ന് പറയുന്ന ഒരു സംവിധാനം യുക്തിരഹിതവും വികാരരഹിതവും അന്യദുഃഖത്തിൽ കാണിക്കുന്ന ഒരു സമീപനത്തിൻ്റെയും ഒരു അനിവാര്യമായ വിചാരണ ഈ സന്ദർഭത്തിൽ വളരെ അത്യാവശ്യമാണെന്ന് തോന്നിപ്പോവുകയാണ്. അതിനെക്കുറിച്ച് പറയേണ്ടതുണ്ടെന്നും. കാരണം വേറൊന്നുമല്ല, ഈ സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അല്ലെങ്കിൽ ഇന്ന് ഏത് തലത്തിൽ ജോലിക്കാരാകുമ്പോഴും പൊതുവിൽ രഹസ്യമായി ചർച്ച ചെയ്യുന്നൊരു കാര്യമുണ്ട്. ക്വാളിഫൈഡ് ആണ്, തസ്തികയിലാണ്, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരുപാട് അനുയായികളുണ്ട്, അനേകായിരം പേരാൽ സാർ എന്ന വിളിയിലൂടെ വാഴ്ത്തപ്പെടുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരു സെൻസ് ഉണ്ടല്ലോ, ഒരു അന്യമനുഷ്യൻ്റെ വേദനയും ദുഃഖവും തിരിച്ചറിയാനുള്ള ഒരു മനസ്സ്. എന്തുകൊണ്ടാണെന്നറിയില്ല. ഇത് മരവിച്ചു പോയതോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ എന്തായാലും ഈ ചട്ടങ്ങൾക്കും ഫയലുകൾക്കും ഈ ചുവപ്പ് നാടയ്ക്കകത്തും കിടന്ന് കുടുങ്ങി ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സർവീസ് മേഖലയെ, ഒരു സേവന മേഖലയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. ഈ കത്തെഴുതുന്നവൻ്റെയോ അല്ലെങ്കിൽ അവൻ്റെ മുന്നിൽ കിടക്കുന്ന ജീവനുള്ളവൻ്റെയോ മരണപ്പെട്ട് കിടക്കുന്ന ശരീരത്തോടെയോ ഉള്ള ഒരു ബാധ്യതയുടെ ചിന്ത അവനിലേക്ക് വരുന്നതേയില്ല. സത്യത്തിൽ ഈ 36 38 വയസ്സുള്ള ഒരാൾ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ, പ്രായപൂർത്തിയാകാത്ത മൈനർ കുട്ടിയെയും അധികം ജീവിച്ചിട്ടില്ലാത്തൊരു ഭാര്യയെയും ബാക്കിയാക്കി യാത്രയാകുമ്പോൾ കേരളം അത്രമേൽ വികാരത്തോടെ നിൽക്കുമ്പോഴാണ് ഈ ആംബുലൻസിൽ ഇത്രയും ദൂരം യാത്ര ചെയ്യുമ്പോൾ അതിനൊരു കൂളർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത പോകാത്തവണ്ണം ഇങ്ങ് അയക്കുന്നത്. ഇത് കിട്ടാത്തത് കൊണ്ടാണോ? ഒരു പ്രാദേശിക പ്രദേശത്ത് തന്നെ ഇപ്പം 4-5 എണ്ണം കിട്ടും. പക്ഷെ അത് കിട്ടുമ്പോൾ ഒരു കാര്യം എന്താണ്? ചിലപ്പോൾ ആ കൊണ്ടുപോകുന്ന ആൾക്ക് കൂടുതൽ വാടക കൊടുക്കണം, ചിലപ്പോൾ അതിനൊരു റിസ്ക് കവർ ചെയ്യണം. അതിനകത്ത് ഇത്തരം കാര്യങ്ങളും ടെൻഷനും ഒന്നും എടുക്കാൻ കഴിയാത്തതുകൊണ്ട്, ഇതൊന്നും പ്രസക്തമല്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെ, നമ്മുടെ തലയിൽ നിന്നും ഒഴിയട്ടെ എന്നുള്ള രീതിയിൽ വിടുക എന്ന് പറയുന്നത് ഒരു പ്രധാന കാര്യമാണ്. സത്യത്തിൽ ആ കാര്യത്തിൽ വളരെ കർക്കശ ബുദ്ധിയോടെ നടപടിയെടുത്ത റവന്യൂ മന്ത്രിയെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു. അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏറ്റവും വേഗത്തിൽ ആ നടപടി സ്വീകരിച്ച്. കാരണം അതിലൊരു ഒരു 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 എന്താ പറയുന്നത്, ഒരു മനുഷ്യത്വമില്ലായ്മ, അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചിലവാകുകയോ അല്ലെങ്കിൽ ഒരു റിസ്ക് എടുക്കുകയോ ചെയ്യേണ്ടതിന് പകരം അതങ്ങ് ഒഴിവാക്കി അടുത്ത സീറ്റിലേക്ക് തള്ളുക എന്ന് പറയുന്നത് പൊതുവിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഒരു വിനോദമാണ്. ഞാനെന്തിന് തലവേദന പിടിക്കണം? അതല്ലെങ്കിൽ ഞാൻ വാശിയോടെ എഴുതണമെങ്കിൽ അതൊരു ഗുണം കിട്ടുന്നതാകരുത്, ദോഷം വരുന്നതാകണം. അങ്ങനെയൊക്കെ വാശി പിടിക്കരുത്. മനുഷ്യർക്കിടയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ ആയതിന് അല്ലെങ്കിൽ ആയതുകൊണ്ട് നമ്മൾ മാത്രമാണ് മിടുക്കന്മാരെന്നും നമ്മുടെ മുന്നിലേക്ക് വരുന്നവരെല്ലാം മണ്ടന്മാരോ അല്ലെങ്കിൽ നമ്മളുടെ ഭരണ അധീശത്വം കാണാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് കരുതരുത്. എല്ലാവരും മനുഷ്യരാണ്. റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ജീവിതമുണ്ട് എന്ന് മാത്രമല്ല, ഇതുപോലൊരു ഡെഡ് ബോഡിയായി ഒരു ദിവസം നമ്മളും കിടക്കേണ്ടതാണെന്നൊരു ബോധ്യം തീരുമാനമെടുക്കുമ്പോൾ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. ഇതിനേക്കാളൊക്കെ എത്രയോ ഭേദമാണ് പ്രവാസികൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ അവർ ഓടി നടന്ന് ദിവസങ്ങളോളം മോർച്ചറിയിൽ പോയി നിന്ന്, എല്ലാ മരണത്തിനുമാണ്. ഇപ്പോൾ ഇവിടെ തഹസിൽദാർക്കൊക്കെ ഈ മരണത്തിൽ ബന്ധപ്പെടേണ്ടി വരുന്നത് എപ്പോഴാണ്? ഈ ആകെ ഇതുപോലുള്ളൊരു ദുരന്തം ഉണ്ടാകുമ്പോഴാണ്. അല്ലാതെ സാധാരണക്കാരൻ മരിക്കുന്നതൊന്നും പ്രശ്നമല്ലല്ലോ. പക്ഷേ അവിടെയൊക്കെ ഓരോ ദിവസവും മരിക്കുമ്പോൾ ജോലിയും കൂലിയും വേലയും കളഞ്ഞ് ആശുപത്രിയിൽ പോയി അതിൻ്റെ ടിക്കറ്റ് കാശ് ഒപ്പിച്ച് കയറ്റി വിടാൻ വേണ്ടി പാടുപെടുന്ന തഹസിൽദാർമാരല്ലാത്ത സാധാരണക്കാരായ മനുഷ്യരെക്കുറിച്ച് ഓർത്തുപോയി. കഷ്ടം എന്നാണ് പറയാനുള്ളത്.